ഓ സദ്ഗുരുഭ്യോ നമഃ. ശ്രീരാമചന്ദ്രായ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അധ്യാത്മരാമായണ പാരായണം 14-ാം ദിവസം. കിഷ്കിന്ധാകാന്ഡം സമാരംഭം. ഹനുമൽ സമാഗമം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്ഥലം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളേടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉദ്ഭുല്ല പത്മകൽഹാര കുമുദനീലോൽപലമണ്ഡിതം. ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുടകോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിതപാദവസൽഫലസേവിതം. സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നീടിനാർ. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ദൃശ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരവും മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ. ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിന്ന് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ. വിക്രമമുള്ളവരെത്രയും തേജസ്സാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷവും ധരിച്ചിരിക്കുന്നതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീ ഒരു വിപ്രവേശം പൂണ്ടവരോട് വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേരസജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷീസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജവും കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അംഗജനതൽ നിശ്ചയിച്ചോരു
കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണം എന്നോട് സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസീ ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതവേ വന്നു രാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതവും ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകൂ നരനാരായണന്മാരെന്നുൾക്കാരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യസഖേ പടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയൻ. ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാൾ അതിചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ. ജാനകീദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ. നീ ആരടോ സഖേ ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ. കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ. സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ദൃശ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാൻ അവൾ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ. അമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ. ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധമോ തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉൾത്താപമെല്ലാം അകലും ദയാനിധേയേ എന്നുണർത്തിച്ചു
നിജാകൃതി കൈക്കൊണ്ടു നിന്നു. തിരുമുൻപിലാം മാറുമാരുതി. പോക മമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ, ആകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമധാരാർത്ഥമിവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിടിനാർ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയത്. ആരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനുമന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിടുവാൻ. ഇഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ. അതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനു ഒടിച്ചിട്ടതു കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാം ആദിത്യനന്ദനാൽ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയൻ ഒരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാൾ. അതു മാനവവീരാ തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അജരാം ദേവസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കരനേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ. അതു നേരം ആ സുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ. തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാൻ അതു കണ്ട് ഇങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ. മാനവവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുൻപിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ
പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ സീതേ ജനകാത്മജേ മമവല്ലഭേ നാദേ നളിനതലായതലോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായ കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ സീതയെ. കൈക്കൊള്ളുക ധൈര്യം ദരിദ്രീപതേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാർ. മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. പണ്ടുമായാവി എന്നൊരസുരേശ്വരനുണ്ടായതു മയൻ തന്നുടെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നീടും ദശാന്തരേ. കിഷ്കിന്ധയാം പുരിബുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനു ഓടിയെത്തിയിടിനാൻ. ഞാനു അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാൻ ഇതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവൻ. നീ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും. ചോര വരികിലടച്ചു പോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും. തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖൻ തന്നിൽ നിന്ന്. എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു. ഞാനും തഥാ ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധപുക്കീടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞോന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ. തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും നീളെ നടന്നുഴന്നീടും ദശാന്തരേ. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ദൃശ്യമോകാചലേ വന്നിരുന്നിടിനേൻ. വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഉടരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദപങ്കേരുക സ്പർശകാരണാൽ
ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവും എല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥ ജനാകിയ വാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ വാലി പോന്ന് ഋഷ്യമൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിപൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം. ദുൽദുഭിതന്റെ തല ഇതു കാണുക ഒരു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപിവീരന നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ കൊണ്ട് അതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജനപര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാൽ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവാ സപ്തസാലങ്ങളിവയല്ലോ ഭാര്യയ്ക്കു മൽപ്പിടിച്ചിടുവാനായുള്ള ശാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും പൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും പട്ടത്തിൽ നിൽക്കും ഇവറ്റ് ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികളിൽ ഈ ദൃശ്യം കേട്ടോരു സൂര്യാന്വയോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയക്കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തേതരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമൻപോടു പുക്കോരനന്തരവും. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ, സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനും എനിക്കു യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർദ്ധരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ
മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാനവ്രത തീർത്ഥതപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം ത്വൽപാദഭക്തി കൊണ്ടെന്നിയേ. ത്വൽപാദ പത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുരയ്ക്കുന്നു. കാൽക്ഷണം പോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർദ്ധതം. ചിത്തഭവാങ്കനുരയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. ത്വൽപാദഭക്തിമാർഗോപദേശം കൊണ്ട് മൽപാപം ഉൾപ്പാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപതേ. ത്വൽപാദപങ്കജത്തിങ്കലുറയ്ക്കണം എപ്പോഴും ഉത്കാംബനിക്കുരമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംബോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണോ സദാ നിന്നുടെ ചാരുചരിതോ ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചീരണമച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദപാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാകം കൊണ്ടു നിത്യം ഭവൽപദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീഴിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തതാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരമോ കാര്യസിദ്ധിക്ക് കരുണാജലനിധി. ബാലിസുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാമ്പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി. യുദ്ധത്തിനായി വിളിച്ചേടിനാൻ ബാലിയെ, പൃഥ്വീരുഹവും മറഞ്ഞു നിന്നേടിനാൻ. മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നീടിനാൻ. മിത്രതനയനും വക്ഷസീ കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തന്നിലെ യുദ്ധമതീവ ഭയങ്കരമായതു.
രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരും നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേത് യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തേലതു നേരം. വൃത്രാരിപുത്രമുഷ്ടി പ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനോ ആലയം ബുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികേ നിന്നരുളീടിന. മിത്രാന്വയോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്തിയാം പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിൻ തിരുവടി താൻ തന്നെ. സത്യവും പ്രമാണമെന്നോർത്തേനതും പുനരത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സര. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായി ആലിംഗനം ചെയ്തു ചിത്തേ ഭയപ്പെടായികേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജാ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു ബാലിയ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജ ഗളേ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മൂതാൽ അയച്ചിടിനാൻ.